KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 5ാം ക്ലാസ്സുകാരനെ അയൽവാസിയുടെ മർദ്ദനം. മർദ്ദിച്ചത് കാറിൽ തട്ടിക്കൊണ്ടുപോയി. മഞ്ചേശ്വരത്ത് ബ്ലേഡ് മാഫിയ വിളയാട്ടം. ഓട്ടോ ഡ്രൈവറുടെ കിടപ്പാടം തട്ടിയെടുത്തു. മെഡിക്കൽ കോളേജ് സമരം ശക്തം. സമരക്കാർ പ്രതീകാത്മക മെഡിക്കൽ കോളേജ് തീർത്തു. പെൻഷൻകാർ സമരത്തിലേക്ക്. പെൻഷനേഴ്സ് യൂണിയൻ സത്യാഗ്രഹ സമരം നടത്തി. കബഡി താരത്തിന്റെ കൊലപാതകം. പ്രതിയെ വിവിധ സ്ഥലങ്ങളിലെത്തിച്ച് തെളിവെടുത്തു. സൗദി പൗരനെ നാട്ടിലേക്ക് മടങ്ങാനാവില്ല. അഭയം തുറന്ന ജയിൽ. വിശദമായ വാർത്തകളിലേക്ക്. അടുക്കത്ത് ബയൽ GUP സ്കൂളിൽ പഠിക്കുന്ന 5ാം ക്ലാസ് വിദ്യാർത്ഥിയെ അയൽവാസി മർദ്ദിച്ചതായി പരാതി. എരിയാലിൽ താമസിക്കുന്ന മല്ലേഷ് മഞ്ജുള ദമ്പതികളുടെ മകൻ പ്രവീണാണ് പീഡനത്തിന് ഇരയായത്. ചൈൽഡ് ലൈൻ പ്രവർത്തകർ എത്തി തെളിവെടുത്തു. GUP സ്കൂൾ അടുക്കത്ത് ബയലിലെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചതായി പരാതി. കർണാടക സ്വദേശികളായ മല്ലേഷ് മഞ്ജുള ദമ്പതിമാരുടെ മകനായ പ്രവീൺ എന്ന വിദ്യാർത്ഥിയാണ് പീഡനത്തിന് ഇരയായത്. ഈ കുടുംബം ഏരിയാൽ ചൌക്കിയിലാണ് താമസം. വീട്ടിൽ നിന്നും ടാബ് കാണാനില്ലെന്ന് പറഞ്ഞ് കുട്ടിയെ കാറിൽ കയറ്റിക്കൊണ്ടുപോയി മൃഗീയമായി പീഡിപ്പിച്ചു. ഇരുമ്പുദണ്ടുകൊണ്ട് ശരീരമാസകലം അടിക്കുകയും സിഗരറ്റ് പൊള്ളിക്കുകയും ചെയ്ത പാടുകൾ ആദ്യം അധ്യാപകരെയാണ് കുട്ടി കാണിച്ചത്. വിശദമായി അന്വേഷിച്ചപ്പോഴാണ് പീഡന വിവരം പുറത്തുവന്നത്. ചൊവ്വാഴ്ചയായിരുന്നു സംഭവം നടന്നത്. ടാബ് കാണാനില്ലെന്ന് പറഞ്ഞ് കുട്ടിയുടെ രക്ഷിതാക്കളെയും അയൽവാസി മർദ്ദിച്ചിരുന്നതായി പറയുന്നു. 3 ആള് കാറിൽ കൊണ്ടുപോയി. സിഗരറ്റിൽ ചുട്ട് പിന്നെ മോളിന് തായിട്ട് പിന്നെ മരുന്നെല്ലാം തേച്ച് ഇത് കയ്യില് ഇടുക്കയില തയ്ച്ച് പിന്നെ ഇടുക്കയില കുത്തി എരുവില് കാലിലൊക്കെ തയ്ച്ച്. മല്ലേഷും കുടുംബവും ഭയം കൊണ്ട് ഏരിയാലിൽ നിന്നും താമസം മാറിയിരിക്കുകയാണ്. കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന ഈ ദമ്പതികളുടെ ഏക മകനാണ് പ്രവീൺ. പീഡന വിവരം അധ്യാപകർ ചൈൽഡ് ലൈൻ പ്രവർത്തകരെ അറിയിച്ചത് പ്രകാരം ഉദ്യോഗസ്ഥർ വന്ന് തെളിവെടുപ്പ് നടത്തി. മഞ്ചേശ്വരത്ത് ബ്ലേഡ് മാഫിയയുടെ വിളയാട്ടം. പാവപ്പെട്ട ഓട്ടോ ഡ്രൈവറുടെ കിടപ്പാടം ബ്ലേഡ് മാഫിയ തട്ടിയെടുത്തു. ഭാര്യയും 3 മക്കളുമടങ്ങുന്ന കുടുംബം പെരുവഴിയിൽ. മഞ്ചേശ്വരത്ത് മാണിഞ്ച സ്വദേശിയെ ബ്ലേഡ് മാഫിയ ഭീഷണിപ്പെടുത്തി വീട് തട്ടിയെടുത്തു. ഓട്ടോ ഡ്രൈവറായ യോഗീഷിനെയാണ് ഭീഷണിപ്പെടുത്തിയത്. 10 വർഷം മുമ്പ് ഇയാൾ മഞ്ചേശ്വരം കീർത്തേശ്വര സ്വദേശിയിൽ നിന്ന് 17,000 രൂപ കടം വാങ്ങിയിരുന്നു. പലിശയടക്കം 30,000 രൂപ കൊടുത്തു തീർത്തുവെങ്കിലും വിദ്യാഭ്യാസമില്ലാത്ത യോഗേഷിന്റെ വീട് പലിശക്കാരൻ ഇയാളുടെ ഭാര്യയുടെ പേരിലേക്ക് മാറ്റുകയായിരുന്നു. കുറച്ച് ദിവസം മുമ്പ് കോടതിയിൽ നിന്നും വീട് ജപ്തി ചെയ്യുമെന്ന് അറിയിച്ചുകൊണ്ടുള്ള നോട്ടീസ് യോഗേഷിന് ലഭിച്ചപ്പോഴാണ് കാര്യങ്ങളുടെ നിജസ്ഥിതി ബോധ്യമായത്. കഴിഞ്ഞ ദിവസം മഞ്ചേശ്വരം പോലീസിന്റെ സഹായത്തോടെ കോടതി വീട് പൂട്ടി സീൽ ചെയ്തിരിക്കുകയാണ്. ഭാര്യയും 3 മക്കളും അടങ്ങുന്ന കുടുംബം തീരാ ദുരിതത്തിലായിരിക്കുകയാണ്. ഓപ്പറേഷൻ കുബേരയുടെ പേരിൽ പല കേസുകളും പിടിക്കപ്പെടുന്നുണ്ടെങ്കിലും ഇയാളെ മാത്രം ഒന്നും ചെയ്യാൻ പോലീസ് തയ്യാറായില്ല. യോഗേഷിന്റെ ഭാര്യ വനിത KCN ന്യൂസിനോട്. വട്ടിക്കെടുത്തു. എൻ്റെ ഭർത്താവ് റിക്ഷയിൽ പോയിട്ട് ഭക്ഷണം കഴിക്കണം തുടങ്ങുന്നു. അതില്ലായിരുന്നു. ഇന്ന് 10 ക്ലാസ്സിൻ്റെ പരീക്ഷയ്ക്ക് എക്സാം വയൽതാണ് പോയി. ഭക്ഷണം കളിച്ചിട്ടില്ല. അവൻ എൻ്റെ ഞാൻ പുറത്തുണ്ട്. ഇപ്പം ബീഗെട്ടിട്ട് പോയി. അവർ എൻ്റെ എന്തോ ഒരു പൈസ ഇല്ല. ഞാൻ സുസൈഡ് ആക്കുന്നു. ഇന്ന് എന്താക്കാൻ ഞാൻ സുസൈഡ് ആക്കുന്നു. എൻ്റെ മക്കളുണ്ട്. എനിക്ക് ബേജാറാണ്. ഞാൻ സുസൈഡ് ആക്കുന്നു. തൻ്റെ മക്കളെയും കൊണ്ട് എങ്ങോട്ട് പോകുമെന്നറിയാതെ വിഷമിച്ചിരിക്കുകയാണ് ഈ കുടുംബം. റഹ്മാൻ ഉദ്യാവാര, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് മെഡിക്കൽ കോളേജ് സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. സമരസമിതി പ്രവർത്തകർ പ്രതീകാത്മക മെഡിക്കൽ കോളേജ് തീർത്തു. കാസർഗോഡിനോടുള്ള കടുത്ത അവഗണനയ്ക്കെതിരെയുള്ള ശക്തമായ താക്കീത് നൽകിക്കൊണ്ടാണ് മെഡിക്കൽ കോളേജ് സമരം മുന്നോട്ടു പോകുന്നത്. സമരത്തിന്റെ 4ാം ദിവസമായ വ്യാഴാഴ്ച പ്രതീകാത്മകമായ മെഡിക്കൽ കോളേജ് തീർത്തു. സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരുടെ സാന്നിധ്യത്തിൽ സമരസമിതി ചെയർമാൻ മാഹിൻ ഗാലോട്ടിനെ ചികിത്സിച്ചുകൊണ്ട് എൻഡോസൾഫാൻ സമരപോരാളി ഡോക്ടർ മോഹൻകുമാർ ഉദ്ഘാടനം ചെയ്തു. സമരം കൂടുതൽ ശക്തമാക്കുമെന്നും ഈ അവഗണനയ്ക്കെതിരെ എല്ലാവരും ഒന്നിക്കണമെന്നും S. മോഹൻകുമാർ പറഞ്ഞു. ഇത് ഇനിയും ശക്തമായിട്ട് നമ്മൾ ഇനി പ്രതിഷേധം കൂടുന്നുണ്ട്. നമ്മൾ എല്ലാ ഭാഗത്തു നിന്ന് ആൾക്കാർ ഇവിടെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇന്ന് നമ്മളെ വ്യാപാരി ഏകോപന സമിതിക്ക് ആൾക്കാർ വന്നിട്ടുണ്ട്. IMA ഡോക്ടേഴ്സിൻ്റെ അവർ പ്രസിഡന്റ് വന്നിട്ടുണ്ട്. എല്ലാവർക്കും ദിവസം പോയ പോലെ നമ്മൾ ആൾക്കാർ കൂടുന്നുണ്ട്. അപ്പോൾ ഇത് കേരളം മൊത്തമായിട്ട് നമ്മൾ ഇതിനെ സ്പ്രെഡാക്കിയിട്ട് നമ്മളെ കാസർഗോഡ് വളരെ ഒരു പൂവറായിട്ടുള്ള ഒരു ഡിസ്ട്രിക്റ്റ് ഇവിടെ
ഈ എൻഡോസൾഫാനിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. അതിനായിട്ട് ഇവർക്ക് എല്ലാവർക്കും ഹെൽപ്പാണെങ്കിൽ ഒരു മെഡിക്കൽ കോളേജ് പെട്ടെന്ന് തുടങ്ങണം. ഇത് നമ്മളെ വിനീതമായിട്ട് നമ്മൾ അഭ്യർത്ഥിക്കുന്നു. മാഹിൻ കേളോട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫ്, അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ, DG ഹമീദ്, V വിജയൻ, അബ്ദുൽ ഖാദർ ചട്ടഞ്ചാൽ, ഫാറൂഖ് കാസിമി, ഹവാസ് കുഞ്ചാർ എന്നിവർ പങ്കെടുത്തു. പെൻഷൻ പരിഷ്കരണം അടിയന്തരമായി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് പെൻഷനേഴ്സ് യൂണിയൻ സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു. വ്യാഴാഴ്ചയായിരുന്നു സമരം. മിനിമം പെൻഷൻ 10,000 രൂപയാക്കണമെന്നാണ് ആവശ്യം. മിനിമം പെൻഷൻ 10,000 രൂപയാക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു. വ്യാഴാഴ്ച രാവിലെ BC റോഡ് പരിസരത്താണ് സത്യാഗ്രഹ സമരം നടന്നത്. സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് V കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വളരെ പ്രയാസപ്പെട്ടാണ് ഇത്തരത്തിലുള്ള പ്രക്ഷോഭ പരിപാടികൾ നടത്തുന്നതും അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് ഞങ്ങൾ നയിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം ഈ രാജ്യത്തെ ജനങ്ങളെ അടക്കം ബോധ്യപ്പെടുത്തണം എന്നുള്ളതുകൊണ്ടാണ് ജില്ലാ കേന്ദ്രങ്ങളിലും ഈ പരിപാടി നടത്തണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടത്തിയാൽ സർക്കാരിൻ്റെ ശ്രദ്ധ പതിയും. നിയമസഭയിൽ മാർച്ച് നടത്തിയാൽ നിയമസഭയിൽ ഒരുപക്ഷെ ആ പ്രശ്നങ്ങൾ ഉയർന്നു വരാം. പക്ഷേ ഈ രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്ന ഒട്ടേറെ പ്രചാരണ വേലകൾ ഈ രാജ്യത്ത് നടന്നിട്ടുണ്ട്. അതെല്ലാം അത് മനസ്സിലാക്കി കൊടുക്കാനും ശ്രദ്ധിക്കുന്നവരെ ബോധ്യപ്പെടുത്താനും കഴിയണം എന്നുള്ളതുകൊണ്ടാണ് ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് ഈ പ്രക്ഷോഭ പരിപാടി മാറ്റിയത്. കേരളത്തിലെ ശമ്പള പെൻഷൻ പരിഷ്കരണം നടപ്പാക്കുന്നതിന് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ള പ്രാബല്യ തീയതി കഴിഞ്ഞ് 18 മാസമായിട്ടും പരിഷ്കരണ നടപടികൾ ആരംഭിച്ചിട്ടില്ല. ബന്ധപ്പെട്ട മന്ത്രിസഭാ ഉപസമിതിയുടെ പ്രവർത്തനങ്ങൾ ഇനിയും തുടങ്ങാത്തതിനാലും ഭരണാധികാരികളുടെ ഭാഗത്തുനിന്നും പ്രതികരണങ്ങൾ ഉണ്ടാകാത്തതിനാലും പരിഷ്കരണം യഥാവസരം നടപ്പാക്കുമോ എന്ന ആശങ്ക പെൻഷൻകാരിൽ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് സമരം. കബഡി താരത്തിന്റെ കൊലപാതകം പ്രതി മനോജിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. വിവിധ സ്ഥലങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. 3 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വിട്ടു നൽകിയത്. കാര്യങ്കോട്ടെ കബഡി താരം സന്തോഷിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി മനോജിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടി. ബുധനാഴ്ചയാണ് ഹോസ്ദുർഗ് ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 ദിവസത്തേക്ക് മനോജിനെ കസ്റ്റഡിയിൽ നൽകിയത്. ഇയാളെ അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്ന വെള്ളരിക്കുണ്ട് CI TP സുമേഷിന്റെ നേതൃത്വത്തിൽ ഇയാൾ വാടകയ്ക്ക് താമസിച്ച സ്ഥലത്ത് കൊണ്ടുപോയി തെളിവെടുത്തു. ഇവിടെ നിന്നും ഇയാൾ ഉപയോഗിച്ചിരുന്ന 2 മൊബൈൽ ഫോണുകൾ പോലീസ് കണ്ടെടുത്തു. കൊലപാതകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലീസിനോട് ഇയാൾ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഡിസംബർ 7-ന് രാവിലെയാണ് സന്തോഷിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്വാഭാവിക മരണമെന്നായിരുന്നു ആദ്യ നിഗമനം. സംഭവ സമയത്ത് അമ്മ ആശുപത്രിയിലായിരുന്നു. സന്തോഷിന്റെ ഭാര്യയും അമ്മയ്ക്ക് കൂട്ടിനായി ആശുപത്രിയിലായിരുന്നു. തെളിവെടുപ്പ് കഴിഞ്ഞ് തിരിച്ച് ജയിലിലെത്തിക്കാനാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. സൗദി പൗരൻ അബ്ദുൽ ബഷീറിനെ ചീമേനി തുറന്ന ജയിലിലാക്കാൻ നിർദ്ദേശം. ജില്ലാ കളക്ടർ PS മുഹമ്മദ് സഗീറാണ് നിർദ്ദേശം നൽകിയത്. അഭയാർത്ഥിയായി പ്രഖ്യാപിക്കും വരെ തുറന്ന ജയിലിൽ പാർപ്പിക്കാനാണ് നിർദ്ദേശം. യാതൊരുവിധ രേഖകളുമില്ലാതെ രാജ്യത്ത് കടന്നതിന് അറസ്റ്റിലായി ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ സൗദി പൗരൻ അബ്ദുൽ ബഷീറിനെ ചീമേനി തുറന്ന ജയിലിലേക്ക് മാറ്റുവാൻ കളക്ടർ PS മുഹമ്മദ് സഗീർ ഉത്തരവിട്ടു. വിദേശ പൗരത്വം തെളിയിക്കുന്നതിനുള്ള രേഖകളില്ലാത്തതിനാൽ കൊച്ചിയിലെ ഫോറിൻ റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസിൽ നിന്ന് കാസർഗോട്ടേക്ക് തിരിച്ചയക്കുകയായിരുന്നു. തുടർന്നാണ് ചീമേനി തുറന്ന ജയിലിലേക്ക് അയക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടത്. അഭയാർത്ഥിയായി പ്രഖ്യാപിക്കും വരെ ഇവിടെ പാർപ്പിക്കാനാണ് നിർദ്ദേശം. അതേസമയം അബ്ദുൽ ബഷീറിന്റെ ബന്ധുക്കളെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നെങ്കിലും അതും പരാജയപ്പെടുകയായിരുന്നു. ഇനിയും എത്ര കാലം ഇങ്ങനെ തുടരണമെന്നതിനെക്കുറിച്ച് ആകുലതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അബ്ദുൽ ബഷീർ. പാരമ്പര്യത്തിന്റെ പ്രൗഢിയും അനുഷ്ഠാനത്തിന്റെ വിശുദ്ധിയും നിറഞ്ഞു നിന്ന അന്തരീക്ഷത്തിൽ ദേവനർത്തകനായി ചന്ദ്രൻ കാരണവർ ആചാരപ്പെട്ടു. പുതുക്കൈ മുച്ചിലോട്ടാണ് അപൂർവമായ ചടങ്ങ് നടന്നത്. അനുഷ്ഠാനത്തിന്റെ പാരമ്പര്യവും പ്രൗഢിയും ഒത്തുചേർന്ന ചടങ്ങിൽ പുതുക്കൈ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പുലിയൂർക്കണ്ണൻ ദൈവത്തിന്റെ നർത്തകനായി മുച്ചിലോട്ട് കാരണവർ സ്ഥാനം അലങ്കരിക്കുന്ന കുഞ്ഞിപ്പുരയിൽ ചന്ദ്രൻ ആചാരപ്പെട്ടു. വിശേഷാൽ പൂജകൾക്ക് ശേഷമാണ് ആചാരം കൊള്ളൽ ചടങ്ങ് നടന്നത്. പുതുക്കൈ സദാശിവക്ഷേത്ര ദർശനത്തിന് ശേഷം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം കോയ്മമാരുടെയും ആചാരസ്ഥാനികരുടെയും കഴകക്കാരുടെയും ബാല്യക്കാരുടെയും സാന്നിധ്യത്തിൽ അരങ്ങിൽ അടിയന്തരത്തിന് ശേഷമാണ് ചന്ദ്രൻ കാരണവർ ആചാരപ്പെട്ടത്. പരേതനായ കീക്കാങ്കോട്ടെ ശങ്കരൻ കോമരത്തിന്റെ പിൻഗാമിയായാണ് പത്താളവകാശമായ പുലിയൂർക്കണ്ണൻ ദൈവത്തിന്റെ നർത്തകനായി വർഷങ്ങൾക്ക് ശേഷം ചന്ദ്രൻ കാരണവർ ആചാരം കൊണ്ടത്. ചടങ്ങിനെത്തിയ ഭക്തജനങ്ങൾക്കായി അന്നദാനവും ഉണ്ടായിരുന്നു.
മാനദണ്ഡങ്ങൾ പാലിക്കാതെ കണിച്ചിറ അണക്കെട്ടിന് ഷട്ടർ താഴ്ത്തി. നിരവധി കൃഷിയിടങ്ങളിൽ വെള്ളം കയറി. കടം വാങ്ങിയും അത്യധ്വാനം ചെയ്തും ഉണ്ടാക്കിയെടുത്ത നെൽകൃഷി വെള്ളത്തിൽ നശിച്ചു പോകുന്നത് വേദനയോടെ നോക്കി നിൽക്കുകയാണ് മടിക്കേറാക്കോലിലെ ഒരു വിഭാഗം കർഷകർ. മുന്നറിയിപ്പില്ലാതെ ഷട്ടർ ഇട്ടതാണ് ഇവിടെ നെൽകൃഷി നശിക്കാൻ ഇടയാക്കിയത്. സാധാരണ ഡിസംബർ 25 കണിച്ചിറ അണക്കെട്ടിന്റെ ഷട്ടർ താഴ്ത്താറുള്ളതെന്ന് കർഷകർ പറയുന്നു. എന്നാൽ ചിലരുടെ താൽപ്പര്യമാണ് നേരത്തെ ഷട്ടർ ഇടാൻ പ്രേരിപ്പിച്ചതെന്ന് മുൻ പാടശേഖര സമിതി പ്രസിഡന്റ് വി പത്മനാഭൻ പറഞ്ഞു. ഡിസംബർ 20 വലിയിട്ടാൽ അവിടെ വലിയവർക്കും ഗുണം കിട്ടും, നമ്മൾക്ക് ഇവിടെ മേലിലെ കൃഷിക്കാർക്കും ഗുണം കിട്ടും, ദോഷം ചെയ്യില്ല. രണ്ടാമതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ വലയിട്ടത് ഇവർ ഡിസംബർ 13 വലയിട്ടത്. അപ്പോൾ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റിനോട് വിളിച്ച് പറഞ്ഞു, സാറേ നിങ്ങൾ പല അവർ ഇടാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. അയാൾ തന്നെ പറഞ്ഞത് പല അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്, അവർ പല ഇടും പൊപ്പോട്ട, അതുകൊണ്ട് ഞാൻ വിളിച്ച് പറയാം എന്ന് പറഞ്ഞിട്ട് അയാൾ വിളിച്ച് 20 ആക്കാമെന്ന് പറഞ്ഞിട്ട് അയാൾ വിളിച്ച് പറയുന്ന പറഞ്ഞിട്ട് വിശ്വാസത്തിൽ. അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഒരു ആ വെള്ളം കയറി തടുക്കാൻ വേണ്ടിയിട്ട് ഒരു തടയണ, ഒരു ബണ്ട് കെട്ടലുണ്ട്, ചളി കൊത്തിയിട്ടിട്ട്. ആ ചളി കൊത്തിയിട്ടാൽ ഈ വെള്ളം നിർത്താൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ ഇവരോട് പഞ്ചായത്തുകാരോട് പറഞ്ഞിട്ട് അതിന് തടയണ കെട്ടാൻ പറഞ്ഞിട്ട് അവർ തടയണ കെട്ടിയിട്ടില്ല. 2 തടയണ കെട്ടിയത് രണ്ടും ഉപയോഗശൂന്യമായി, പിന്നെ വേണ്ടാത്ത സ്ഥലത്താണ് കെട്ടിയിട്ടില്ലത്. കുറ്റിക്കൈവയലിലെ പത്മനാഭൻ, കൃഷ്ണൻ, നാരായണി, ശ്യാമള, കാർത്യായണി, അമ്പാടി എന്നിവരുടെ 3 ഏക്കറിലധികം വരുന്ന വയലിലെ നെൽകൃഷിയാണ് നശിച്ചത്. അതേസമയം വെള്ളം തടഞ്ഞു നിർത്താനായി നിർമ്മിച്ച 2 തടയണകൾ പ്രയോജനപ്പെടുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. കുറ്റിക്കൈവയലിന് മുകളിലായി വീണ്ടും തടയണ നിർമ്മിക്കണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. കൃഷിയിടത്തിൽ നടിയിൽ ചീഞ്ഞു നശിക്കുമ്പോഴും ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊന്നും സ്ഥലം സന്ദർശിച്ചില്ലെന്ന ആക്ഷേപവും ശക്തമാണ്. കർഷക പ്രസ്ഥാനങ്ങൾക്ക് നല്ല വേരോട്ടമുള്ള മടിക്കയിലെ കൃഷിയിടത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇതുവരെയും നേതൃത്വവും രംഗത്ത് വന്നിട്ടില്ല. സർക്കാരിൻ്റെ വലിയ സഹായങ്ങളൊന്നും ലഭിച്ചില്ലെങ്കിലും ശീലം കൊണ്ട് നെൽകൃഷിയെടുക്കുന്ന കർഷകർക്ക് പൊതുസമൂഹത്തിൻ്റെ പിന്തുണ ഉറപ്പാക്കാൻ ബന്ധപ്പെട്ടവർ കണ്ണു തുറക്കേണ്ടതുണ്ട്. ജില്ലയിലെ ഏറ്റവും വലിയ വ്യാപാര സമുച്ചയമായ നാലപ്പാട്ട് UK മാളിന്റെ നിർമ്മാണ പ്രവർത്തനം അതിവേഗം പുരോഗമിക്കുന്നു. മാളിന്റെ ബ്രോഷർ പ്രകാശനം 24 നടക്കുമെന്ന് മാനേജിംഗ് പാർട്ട്ണർമാർ അറിയിച്ചു. കാസർഗോഡിന്റെ ഹൃദയഭാഗത്ത് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ജില്ലയിലെ ഏറ്റവും വലിയ വ്യാപാര സമുച്ചയമായ നാലപ്പാട് UK മാളിന്റെ ബ്രൗഷർ പ്രകാശനം ഡിസംബർ 24 പത്മശ്രീ ഡോക്ടർ ആസാദ് മൂപ്പൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഡോക്ടർ NA മുഹമ്മദ് അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ ഷിഫ അൽ ജസീറ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ KT റബിയുള്ള ബ്രൗഷർ ഏറ്റുവാങ്ങും. നിരവധി ജനപ്രതിനിധികളും നേതാക്കളും ചടങ്ങിൽ സന്നിഹിതരാകും. മാളിന്റെ നിർമ്മാണം 2016 മധ്യത്തോടെ പൂർത്തീകരിക്കുമെന്ന് UK യൂസഫ് അറിയിച്ചു. കാർഷിക മേഖലയിലെ പ്രതിസന്ധിക്ക് കാരണമെന്തെന്ന നിലയിൽ ചർച്ചകൾ നടക്കുന്നതല്ലാതെ പ്രശ്നപരിഹാരത്തിന് നടപടി ഉണ്ടാകുന്നില്ലെന്ന് കർഷക സംഘടനകൾ. മലയോരത്തെ കർഷകർ പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുന്നു. വെള്ളരിക്കുണ്ടിൽ ഇതിന്റെ ഭാഗമായി കർഷക റാലി സംഘടിപ്പിച്ചു. ഇൻഫാം വെള്ളരിക്കുണ്ട് മേഖലാ ഘടകത്തിന്റെ നേതൃത്വത്തിൽ കാർഷിക വിലകളുടെ വിലത്തകർച്ചയിൽ പ്രതിഷേധിച്ച് കർഷക റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. മലയോര മേഖലയിൽ 100 കണക്കിന് കർഷക കുടുംബങ്ങളാണ് നരകയാതനയിലേക്കും പട്ടിണിയിലേക്കും നീങ്ങുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കർഷകരുടെ ക്ഷേമത്തിനായി അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് ആവശ്യം ഉയരുന്നത്. വെള്ളരിക്കുണ്ടിൽ നടന്ന കർഷക റാലിയിൽ നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം റവറന്റ് മോൻ ജോർജ് എളക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. റവറന്റ് ഫാദർ ടോമി എടാട്ട മുഖ്യപ്രഭാഷണം നടത്തി. റവറന്റ് ഫാദർ ജോസഫ് ഒറ്റപ്ലാക്കൽ, അപ്പച്ചൻ പുല്ലാട്ട്, സ്കറിയ കളപ്പുര, റവറന്റ് ഫാദർ ആന്റണി തെക്കേമുറിയിൽ, റവറന്റ് ഫാദർ മനോജ് കൊച്ചുപുരക്കൽ എന്നിവരും സംസാരിച്ചു. സ്വലാത്ത് വാർഷികവും പയോട്ട തങ്ങൾ അനുസ്മരണവും KSM മജ്ലിസിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഡിസംബർ 20 പരിപാടി നടക്കുക. NA നെല്ലിക്കുന്ന് MLA ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. ആത്മീയ പണ്ഡിതനായിരുന്ന പയോട്ട തങ്ങളുടെ സ്മരണാർത്ഥം ഏർമാളം KSM മജ്ലിസിൽ നടന്നുവരുന്ന സ്വലാത്ത് മജ്ലിസിന്റെ 5ാം വാർഷികം ഡിസംബർ 20 നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. NA നെല്ലിക്കുന്ന് MLA മടവൂർ കോട്ട സെയ്ദ് യഹിയൽ ബുഖാരി തങ്ങളെ അന്നേ ദിവസം ആദരിക്കുമെന്നും സംഘാടകർ പറഞ്ഞു. പയോട്ട തങ്ങൾ മക്കാം ആലമ്പാടി ഉസ്താദ് മക്കാം ദിയാർത്തോടുകൂടി ഈ വർഷത്തെ പരിപാടികൾക്ക് തുടക്കം കുറിക്കും. 20 ഞായറാഴ്ച രാവിലെ 8 മണിക്ക് സ്വാഗതസംഘ ചെയർമാൻ സെയ്ദ് യഹിയൽ ബുഖാരി തങ്ങൾ മടവൂർ കോട്ട, വൈസ് ചെയർമാൻ ഷംസുദ്ദീൻ ഖാൻ തളങ്കർ എന്നിവർ പതാക ഉയർത്തും. ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് മദ്ഹുർ റസൂൽ മൗലിദ് ജൽസ നടക്കും. ഞായറാഴ്ച അസ്തമിച്ച രാത്രി
7 മണിക്ക് സ്വലാത്ത് ദുആ അനുസ്മരണ ആദരിക്കൽ സമ്മേളനം നടക്കും. പ്രമുഖ സൂഫി വര്യൻ സയ്യിദ് സൈനുദ്ദീൻ അൽ ബുഖാരി കൂലിക്കുഴി തങ്ങൾ സ്വലാത്ത് ദുആ മജ്ലിസിന് നേതൃത്വം നൽകും. വാർത്താ സമ്മേളനത്തിൽ യഹ്യൽ ബുഖാരി തങ്ങൾ, ഏർമാളം അബൂബക്കർ ബാദിരി, ഷംസുദ്ദീൻ ഖാൻ തളങ്കര, അസീസ് അസ്രി, KM മുഹമ്മദ് ഏർമാളം, KM മുഹമ്മദ് കോപ്പ എന്നിവർ പങ്കെടുത്തു. നഗരസഭാ പരിധിയിലുള്ള അശ്വിനി നഗർ റോഡിന്റെ കോൺക്രീറ്റ് നിർമ്മാണം പൂർത്തിയായി. നഗരസഭാ ചെയർപേഴ്സൺ B. ഫാത്തിമ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് നഗരസഭാ പരിധിയിൽ 6-ാം വാർഡിൽപ്പെട്ട ആനവാതുക്കൽ തറവാട് റോഡിന്റെ കോൺക്രീറ്റ് നിർമ്മാണ ഉദ്ഘാടനം ബുധനാഴ്ച നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ B. ഫാത്തിമ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ കൗൺസിലർ അഡ്വക്കേറ്റ് K. ശ്രീകാന്ത്, രവീന്ദ്രൻ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയായിരുന്ന ഈ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ മുൻ വർഷത്തെ നഗരസഭാ ചെയർമാൻ TE അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിരുന്നു. പുതിയ ഭരണസമിതി നിലവിൽ വന്നതോടെ റോഡ് കോൺക്രീറ്റ് നിർമ്മാണം പൂർത്തിയാക്കുകയായിരുന്നു. 11 സ്റ്റാർ സ്പോർട്സ് ക്ലബിന്റെ 17ാം വാർഷികം ഡിസംബർ 19-ന് ആദൂർ സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കർണാടക ആരോഗ്യമന്ത്രി UT ഖാദർ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ലോഗോ പ്രകാശനം കളക്ടർ PS മുഹമ്മദ് സഗീർ നിർവഹിക്കും. 11 സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 17ാം വാർഷികത്തോടനുബന്ധിച്ച് 11 സ്റ്റാർ ക്ലബും ജനമൈത്രി പോലീസ് ആദൂറും സംയുക്തമായി സെവൻസ് ഫ്ലഡ് ലൈറ്റ് ടൂർണമെന്റും സാംസ്കാരിക സമ്മേളനവും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഡിസംബർ 19-ന് ആദൂർ സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്ന പരിപാടി കർണാടക ആരോഗ്യവകുപ്പ് മന്ത്രി UT ഖാദർ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ, കാസർഗോഡ് DYSP MV സുകുമാരൻ തുടങ്ങിയ പ്രമുഖ വ്യക്തികൾ മുഖ്യാതിഥികളായിരിക്കും. പുതിയ ജേഴ്സിയും അതുപോലെ തന്നെ ക്ലബിന് പുതിയ ലോഗോവും നിർമ്മിച്ചിട്ടുണ്ട്. അത് ഉദ്ഘാടനം ചെയ്യുന്നത് കാസർഗോഡ് ജില്ലാ കളക്ടർ PS മുഹമ്മദ് സഗീറാണ്. പരിപാടിയിലേക്ക് മുഖ്യാതിഥികളായി എത്തുന്നത് AGC ബഷീറും, കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MV സുകുമാരൻ, DYSP ഓഫ് പോലീസ് കാസർഗോഡ്, അതുപോലെ തന്നെ ഖത്തർ വ്യവസായി ഇബ്രാഹിം അടക്കം, സിറ്റി ഗോൾഡ് ചെയർമാൻ അബ്ദുൽ കരീം, ഡോക്ടർ MP ഷാഫി ഹാജി ഖത്തർ, ജമീർ അഹമ്മദ് സെക്രട്ടറി സ്റ്റേറ്റ് പ്രവാസി കോൺഗ്രസ്. വാർത്താ സമ്മേളനത്തിൽ അബ്ദുൽ മുനീർ, ഷാഹിദ് ആദൂർ, A. നജീബ്, T. സിദ്ദീഖ്, അബ്ദുള്ള കുഞ്ഞി തുടങ്ങിയവർ പങ്കെടുത്തു. വർഷം തോറും നടന്നുവരാറുള്ള കുഞ്ചത്തൂർ മഹാലിംഗേശ്വര ദേവസ്ഥാന കളിയാട്ടത്തിന് വ്യാഴാഴ്ച സമാപനമായി. ഡിസംബർ 15-നാണ് ഉത്സവം തുടങ്ങിയത്. ഉത്സവത്തോടനുബന്ധിച്ച് വിവിധങ്ങളായ കലാപരിപാടികളും സംഘടിപ്പിച്ചു. കുഞ്ചത്തൂർ ശ്രീ മഹാലിംഗേശ്വര ദേവസ്ഥാനത്ത് വർഷം തോറും നടന്നുവരാറുള്ള ഭൂതബലി ഉത്സവത്തിന് കൊടിയിറങ്ങി. ഡിസംബർ 15-ന് ആരംഭിച്ച ഉത്സവത്തിന് നാനാജാതിയിലും പെട്ട ഭക്തർ സന്നിഹിതരായിരുന്നു. ഡിസംബർ 16-ന് കാളപൂജയും പഞ്ചാമൃത അഭിഷേകവും ഇളനീർ അഭിഷേകവും നടന്നു. ബുധനാഴ്ച രാത്രി ഉദ്യാവാര ഭഗവതിയുടെ കോലം മഹാലിംഗേശ്വര ക്ഷേത്രം സന്ദർശിച്ചു. ഈ ആചാരം എത്രയോ കാലമായി നടന്നുവരുന്ന ഒരു ചടങ്ങാണ്. ഉദ്യാവാര ഭഗവതി ക്ഷേത്രം മുതൽ കുഞ്ചത്തൂർ വരെ ആയിരങ്ങളുടെ അകമ്പടിയോടെ വിളംബര ഘോഷയാത്രയായാണ് ദൈവങ്ങൾ പരസ്പരം സന്ദർശിച്ചത്. തുടർന്ന് പുണ്യപുരാതന നാടകമായ ഭീഷ്മവിജയവും അരങ്ങേറി. വ്യാഴാഴ്ച രാവിലെ ഉദ്യാവാര അറശു മഞ്ജുസ്നാർ ദൈവങ്ങൾ മഹാലിംഗ ദേവസ്ഥാനത്തേക്ക് സന്ദർശനം നടത്തി. നിരവധി ഭക്തർ പങ്കെടുത്തു. മടക്കര തുറമുഖത്തു നിന്നുമുള്ള ഒരു കൗതുക കാഴ്ച കാണാം. പുഴയിലേക്ക് വലിച്ചെറിയുന്ന മത്സ്യങ്ങൾ കൊത്തിയെടുക്കാൻ എത്തുന്ന നീർക്കാക്കകളും കൊക്കുകളുമാണ് കൗതുക കാഴ്ചയൊരുക്കുന്നത്. ഓരോ ബോട്ടും കരക്കടുക്കുമ്പോഴും പ്രതീക്ഷയോടെ അവർ കാത്തിരിപ്പുണ്ടാകും. നീർക്കാക്കകളും കൊക്കുകളും. നല്ല മീനുകൾ വേർതിരിച്ചെടുക്കുമ്പോൾ മോശമായവ തൊഴിലാളികൾ വെള്ളത്തിലേക്ക് വലിച്ചെറിയും. അതാണ് ഈ പക്ഷികളുടെ ഭക്ഷണം. നീർക്കാക്കകളാണ് വെള്ളത്തിൽ മുങ്ങി മീനുകൾ കൊത്തിയെടുക്കുന്നതിൽ കേമന്മാർ. ഊളിയിട്ട് വെള്ളത്തിലേക്ക് താഴ്ന്നൊരു പോക്ക്. കൊക്കിൽ മീനുമായി മാത്രമേ പിന്നെ മുകളിലേക്ക് എത്തുകയുള്ളൂ.
കൊത്തി അകത്താക്കുന്ന മീനുകളുടെ എണ്ണം കണക്കാക്കിയാൽ അത്ഭുതപ്പെട്ടു പോകുമെന്നതും തീർച്ച. ഈ കുഞ്ഞു ശരീരത്തിൽ ഇത്രയും മീനുകൾ എവിടെ കൊള്ളുന്നുവെന്ന് ആരും അത്ഭുതപ്പെട്ടു പോകും. മടക്കര പുതിയ തുറമുഖം തുറന്നതോടെ നിരവധി കൊക്കുകളും നീർക്കാക്കകളും ഇവിടെ സ്ഥിരവാസികളായുണ്ട്. ഏതായാലും തുറമുഖത്തെത്തുന്നവർ ഏറെ നേരം ഈ കൗതുക കാഴ്ചകൾ നോക്കി നിന്നേ മടങ്ങാറുള്ളൂ. ന്യൂസ് ബ്യൂറോ, ചെറുപുത്തൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. 5ാം ക്ലാസ്സുകാരനെ അയൽവാസിയുടെ മർദ്ദനം. മർദ്ദിച്ചത് കാറിൽ തട്ടിക്കൊണ്ടുപോയി. മഞ്ചേശ്വരത്ത് ബ്ലേഡ് മാഫിയ വിളയാട്ടം. ഓട്ടോ ഡ്രൈവറുടെ കിടപ്പാടം തട്ടിയെടുത്തു. മെഡിക്കൽ കോളേജ് സമരം ശക്തം. സമരക്കാർ പ്രതീകാത്മക മെഡിക്കൽ കോളേജ് തീർത്തു. പെൻഷൻകാർ സമരത്തിലേക്ക്. പെൻഷനേഴ്സ് യൂണിയൻ സത്യാഗ്രഹ സമരം നടത്തി. കബഡി താരത്തിന്റെ കൊലപാതകം. പ്രതിയെ വിവിധ സ്ഥലങ്ങളിലെത്തിച്ച് തെളിവെടുത്തു. സൗദി പൗരന് നാട്ടിലേക്ക് മടങ്ങാനാവില്ല. അഭയം തുറന്ന ജയിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു. നമസ്കാരം.